ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് GTA 5 ഒരു മെഷീനായിട്ടാണ്. അപ്പോൾ നമ്മൾ GTA 5 രണ്ടാമത്തെ മെഷീനാണ് കളിക്കാൻ പോണത്. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് തീർത്തിട്ട് നേരെ സിമ്മോൻ്റെ ഗാരേജിലോട്ട് പോകണം. അവിടെ നിന്നാണ് മെഷീൻ സ്റ്റാർട്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 5K ആണ് നമ്മളെ ഫാം എന്ന് അറിയിച്ചാൽ. നമ്മളെ വണ്ടി ഇത് നമുക്ക് ഇനി ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് നേരെ സിമ്മോൻ്റെ ഗാരേജിലോട്ട് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ സിമ്മോൻ്റെ ഗാരേജ്. അപ്പോൾ നമ്മളെ ഈ ഒരു വണ്ടി എങ്ങനെ കിട്ടുക എന്നുള്ളൊരു മെഷീനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ പാലുകളുടെ ഒക്കെ എങ്ങനെ മൊബൈൽ കളിക്കുക എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടത് സപ്പോർട്ട് ചെയ്യാം. ഇപ്പം നമ്മളെ സിമ്മോൻ്റെ ഗാരേജ് ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും നേരെ ഇവിടെ നേരെ കുറച്ചുകൊണ്ട് പോയാൽ മതി, നമ്മളെ സിമ്മോൻ്റെ ഗാരേജ് എത്തും. ഇവിടെ അത് ഈ പോസ്റ്റൊക്കെ അടിച്ചിട്ടിട്ട് നമുക്ക് പോണത്. നമ്മൾ നല്ലൊരു റേഞ്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തിലായിട്ട് ഈ ഒരു ഗെയിം കളിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കളിക്കാമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്മോൻ്റെ ഗാരേജ്. അപ്പോൾ നമുക്ക് സിമ്മോൻ്റെ ഗാരേജിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കയറ്റിയിടാം. അവിടെ നിന്ന് തോന്നുന്നു മെഷീന് സ്റ്റാർട്ടാവുന്നത്. നമ്മളെ വണ്ടി ഇപ്പോൾ വണ്ടിയുടെ സൈഡിലൊക്കെ ആകെ ചോരായിട്ടുണ്ട്. ഇവിടെ അല്ല തോന്നുന്നു കേസ് നിർത്തേണ്ടത്. എനിക്ക് വഴി തെറ്റി. ബാക്കിലാണ് നമ്മൾ കൊണ്ടുപോയി വണ്ടി നിർത്തേണ്ടത്. നമുക്ക് റിവേഴ്സ് എടുത്ത് നേരെ സിമ്മോൻ്റെ വണ്ടി ഗാരേജിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിടാം. അപ്പോൾ അവിടെ പോകണെടുത്ത് രണ്ടാൾക്കാർ ഡിച്ചുണ്ട് അറിയാണ്ട്. പോലീസ് കേസായിട്ടുണ്ട്. അത് സീനൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുത്ത് നമ്മൾ അടിക്കാൻ വരുന്ന ഓടി വിട്ടിട്ട് നമ്മൾ അടിക്കാൻ വരണാണ് അറിയില്ല. ഇവിടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സിമ്മോൻ്റെ ഗാരേജ് ഇത് അവിടെ വെച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് അവൻ്റെ അടുത്ത് പോയേക്കാം. ഇവിടെ കൈസ് ഞാൻ ഇപ്പോൾ അതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് സിമ്മോൻ്റെ ഗാരേജിൻ്റെ ഉള്ളിലേക്ക് വരാം. ഇതെന്ത് കൈസ് ഇവൻ അടിക്കാൻ വരുന്ന പഠിക്കേസൊന്നും ആക്കണ്ട കൈസ്. പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവ നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. പാർട്ടി പിടിച്ചേക്ക് അടിക്കാൻ പറ്റൂട്ടാ അവൻ്റെ. ഓക്കെ, ഓന് ഇത്ര അടിക്കുള്ളൂ. ഇത് NPCകളൊക്കെ ഇത്ര അടിക്കുള്ളൂ. എന്നിട്ട് നമ്മളായിട്ട് ചിലക്കാൻ വരുന്നു. പോലീസുകാർ കണ്ടിട്ടുണ്ട്. ആകെ സീനായിട്ടുണ്ട്. 1 സ്റ്റാർ വാണ്ടർ ലെവൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. മെഷീൻ സ്റ്റാർട്ടാകുമ്പോൾ ആ വാണ്ടർ ലെവലും പോലീസ് കേസൊക്കെ കണ്ട് പോയിക്കോളും. അപ്പം നമ്മൾ മെഷീൻ ഇതിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ സിമിയോണ് എന്തൊക്കെ പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിനെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഫ്രാങ്ക്ലിനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞ് നമുക്ക് മെഷീനും മെല്ലെ സ്കിപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ ബീച്ചിലോട്ട് പോകാനാണ് പറയണത്. ഏതൊരു ബീച്ചിലോട്ട് പോകാനാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ ബീച്ചിലോട്ടൊന്ന് പോവാം. അപ്പോൾ നമ്മളോട് ഈ വണ്ടി വേണ്ട, നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി എടുക്കണ്ട. മറ്റേ വണ്ടി എടുത്തിട്ട് നേരെ ബീച്ചിലോട്ട് പോവാം. നമുക്ക് ഈ വണ്ടിയിൽ തന്നെയാണ് കൂടുതൽ എല്ലാവരും പോവാറ്. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം. ചെറുതായിട്ടൊന്ന് ജോയ്സ്റ്റിക്ക് ലോക്കായതാണ്, അതുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയത്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ ബീച്ചിലോട്ട് കത്തിച്ച് വിടാം. ഗൈസ് നമ്മളെ കൂടെ ലെമാറും ഉണ്ട് കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ ലെമാർ നമ്മളെല്ലാ മെഷീൻസിലും സഹായിക്കാൻ വരും. നമ്മളെ ഫസ്റ്റത്തെ മെഷീനിലും ഉണ്ടായിരുന്നു ഇവ. അപ്പോൾ ഫസ്റ്റത്തെ മെഷീന് ഗെയിം പ്ലേ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമ്മളതാ വണ്ടി എടുത്ത് നേരെ കത്തിച്ച് വിടുകയാണ് നമ്മളെ ബീച്ചിലോട്ട്. ബീച്ചിൻ്റെ ഡെസ്റ്റിനേഷൻ മാർക്കായിട്ടുണ്ട് മാപ്പിൽ. ഈ ഒരു യെല്ലോ ലൈൻ ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇടിച്ചില്ല എന്നുള്ള നിലയിലാണ് ആ വണ്ടിമേ നമ്മൾ പോയത്. നമുക്ക് എന്തായാലും ഷോർട്ട് കട്ട് എടുക്കാം. ഇവിടുന്ന് ഇത്തിരി ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് ഈ ഷോർട്ട് കട്ട് എടുത്ത് പോവാം. വണ്ടിയൊന്നും തീരെ കൺട്രോൾ ഇട്ടുന്നില്ല. പോസ്റ്റൊക്കെ അടിച്ചിട്ടാണ് പോണ്. പോസ്റ്റല്ല, ട്രാഫിക് ലൈറ്റിൻ്റെ മറ്റേ സംഭവം. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാമാർ ഇതാ ഒരു ഗേറ്റ് ചാടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഗേറ്റ് ചാടി പോകാനാണ് പറയണത്. ആക്സിനൊക്കെ നമ്മൾ ഈ ഗേറ്റൊക്കെ ചാടി പോവും. നമ്മളും ഇത് ഫ്രാങ്ക്ലിന് ഇത് ഗേറ്റ് ചാടി അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അല്ല അമ്മാരിതെന്താ അവിടെ കാട്ടുന്നത്? അയാളെ പേടിപ്പിച്ചിട്ട് അയാളവിടെ വീഴ്ത്തിട്ട് അയാളെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മളോട് ഏതൊരു ഗാരേജ് സെർച്ച് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ബൈക്ക് ഉണ്ട് ഇത്ര, അത് കണ്ടുപിടിക്കണം. ആരോ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ആളെ നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു. ഏതൊരു ഗാങ്സിൻ്റെ സ്ഥലമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറിയിട്ട് നമ്മളെ ബൈക്ക് ഗാരേജിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു അറ്റത്തായിട്ടൊരു ഗാരേജ് ഉണ്ട്. അത് സെർച്ച് ചെയ്തെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്യാൻ അവർ പറയുന്നത്. ഈ ലെമാർ നടന്നിട്ട് ഇന്ന് തന്നെ എത്തുമെന്ന് തോന്നണില്ല. ഇങ്ങനെയൊക്കെ നടന്നാൽ എന്നെത്താൻ അങ്ങോട്ട്. അത് ആ അറ്റത്ത് കാണുന്ന ഗാരേജാണ് നമ്മളോട് സെർച്ച് ചെയ്യാൻ പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ പോയി വേഗം ഒന്ന് സെർച്ച് ചെയ്യാം. ഈ ലെമാർ വരാൻ ഇത്തിരി പണി. നടന്ന് എത്താണ്ടെങ്കിൽ ഓക്കെ. നമ്മളോട് ഇനി ഇത് സെർച്ച് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മളെ ഫ്രാങ്ക്ലിന് ഇത് തുറന്നു നോക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റോറി സ്കിപ്പ് അടിച്ച് കളയാം. ഇവിടെ ഗൈസ് നമ്മളെ സ്റ്റോറി സ്കിപ്പ് അടിച്ചപ്പോൾ ഇത് സ്കിപ്പ് അടിച്ചപ്പോൾ ഇവിടെ ഒരു ഫൈറ്റിംഗ് സീനാണ്. നമ്മളോട് ഇനി ഇവിടെ ഗണ്ണെടുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ഇവരെ ഷൂട്ട് ചെയ്യാനാണ് പറയുന്നത്. നമ്മളെ ലെമാറുള്ളതുകൊണ്ട് ഇത്തിരിയൊക്കെ ആൾക്കാരെ കൊല്ലാനൊക്കെ എളുപ്പമാവും.
അപ്പോൾ നമ്മളോട് ഇവിടെ ഹൈഡ് ചെയ്ത് നിന്നിട്ട് ഷൂട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്നാൽ ഷൂട്ട് ചെയ്യാം. അവിടെ ഒരുത്തൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ നമുക്കത് ഷൂട്ട് ചെയ്യണം. ഇതെന്തുട്ടാ ആർട്ടി പിടിച്ചൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. എയിം കിട്ടാത്ത കാരണമാണ് ഞാൻ ഷൂട്ട് ചെയ്യാണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. നല്ലൊരു എയിം കിട്ടാച്ച ഞാനിവിടെ അവനെ ഷൂട്ട് ചെയ്ത് വിടണം. അത് കണ്ട ഗൈസ്, വേറെ എവിടേക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പോണത്. ഒക്കെ ഒരുത്തനെ കൊന്നിട്ടുണ്ട്, ഇനി മറ്റവനെ കൊല്ലണം. അവനെയും കൂടി കൊന്ന അപ്പുറത്ത് 2 ആൾക്കാരും കൂടി ഉണ്ട്. ഇനി ഗണ്ണ് റീലോഡാക്കുകയാണ്. ഒക്കെ വേഗം അവനെ അവനെയും കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തുള്ളവനെ ഇനി ഒരുത്തനും കൂടി ഉള്ളോ ലമാറുള്ളതുകൊണ്ട് വേഗം അവന്മാരൊക്കെ കൊല്ലാൻ എളുപ്പമാണ് കേട്ടോ. കണ്ട ലമാർ ഇത് ഒരുത്തനെ വീഴ്ത്തിയിട്ടുണ്ട്. നമുക്ക് ഒരുത്തനും കൂടി ഉണ്ട് അവിടെ, 2 ആളുണ്ട്. ഒരുത്തൻ മേലേയും കൂടി ഉണ്ട് തോന്നുന്നു. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് വെടിവെക്കാതെ. കണ്ട ഒരുത്തൻ അതിൻ്റെ മേലെ ഉണ്ട്. വെടിവെക്കാൻ പറ്റുന്നില്ല ഗൈസ്, എയിമൊന്നും കിട്ടുന്നില്ല തീരെ. വെടി വെച്ചിട്ട് വേറെ എവിടേക്കൊക്കെ കൊള്ളുന്നത്. ഇവിടെ മേലെ ഒരുത്തുണ്ട് കേട്ടോ, അവനെ തീർത്തിട്ടുണ്ട്. നമ്മളെ ലമാർ അവനെ തീർത്തിട്ടുണ്ട്. ഇനി മേലത്തോനെയും കൂടി തീർക്കണം നമുക്ക്. ഇവനെ വെടിവെക്കാൻ ഇത്തിരി പണിയല്ല. മേലെ കയറി നിന്നിട്ട് നമുക്ക് ഇത്തിരി അടുത്ത് പോയി ഇന്ന് വെടിവെക്കാം, എന്നാലേ പറ്റുള്ളൂ. ഇതെന്തുട്ടാ ഓൻ്റെ മുഖത്തേക്ക് വെടി കൊള്ളില്ല. ഞാൻ മിക്കവാറും ഡെഡാവും ഗൈസ്. അതാ ഡെഡായിട്ടുണ്ട് ഞാൻ. ഇനി മെഷീൻ ആദ്യം മുതൽ കളിക്കണം. നമുക്കെന്തായാലും ഈ മെഷീനൊന്ന് തീർത്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അവരെ കഴിഞ്ഞിട്ട് എല്ലാവരും തീർത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ബൈക്ക്, അപ്പോൾ തന്നെ നമ്മളെ ബൈക്ക് എടുത്തിട്ട് അവരെ കഴിഞ്ഞിട്ട് ഒരാൾ ബൈക്ക് എടുത്തിട്ട് പോയി നമ്മളെ. അപ്പോൾ ആ ബൈക്ക് നമ്മളിനി ചേസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആ ബൈക്ക് കാരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ കാറിലാണ് പോണത്. നമുക്കിനി ആ ബൈക്ക് കാരനെ ചേസ് ചെയ്ത് പിടിക്കണം. അതാണ് ഇത്തിരി ടാസ്ക്കുള്ള പരിപാടി. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചാൽ ചിലപ്പോൾ ബോറാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഫുള്ളൊന്നും ഞാൻ കാണിക്കില്ല, ഇടയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് കാണിക്കാം. ഇവിടെ ആളൊക്കെ ഇടിച്ചിടുന്നുണ്ട്, തീരെ കൺട്രോളൊന്നും കിട്ടുന്നില്ല. ഈ ഒരു സ്റ്റിയറിംഗ് ആണ് കൺട്രോൾ കിട്ടാത്തത്, അല്ലെങ്കിൽ സീനായിട്ട് വണ്ടി ഓടിക്കാം. എവിടേക്കൊക്കെ പോണത്? ഈ വഴി കയറാം. ഞാൻ എന്തായാലേ അവിടെ ആളൊന്ന് പിടിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ആളെയൊക്കെ നമ്മളിതാ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. ആള് ജസ്റ്റ് ആളെ പിന്നാലെ തന്നെ നമ്മൾ ചേസ് ചെയ്ത് പോയപ്പോൾ ആൾ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടി ഗൈസ്. അപ്പോൾ നമ്മളാ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മളെ ലമാർ നമ്മളെ കാർ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലമാർ ആ ബൈക്ക് എടുത്തിട്ട് പോവാന്ന് തോന്നണത്. നമുക്ക് ആ ബൈക്ക് എന്തെങ്കിലും കിട്ടും. പിന്നുള്ള മെഷീനിലൊക്കെ ആ ബൈക്ക് ഉണ്ട് നമ്മളെ കയ്യിൽ. ഫ്രാങ്ക്ലിൻ്റെ മാൻഷനിലൊക്കെ ആയിട്ട് ആ ബൈക്ക് എടുക്കുന്നത് കാണാം. അപ്പോൾ അവൻ പോയിട്ടുണ്ട്, ലമാർ പോയിട്ടുണ്ട്. നമ്മളെ മെഷീനോടെ പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കാറിൽ കയറിയിട്ട് നമ്മളെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ കാർ ഇതായിരിക്കുന്നത്. ഈ കാറ് സീനാണ് കേട്ടോ. മോഡിഫൈഡ് തിരക്കിയാൽ വേറെ ലെവലാവും. മോഡിഫൈഡൊക്കെ ചെയ്തിറക്കാം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും, മോഡിഫൈഡൊക്കെ ചെയ്തിറക്കണമെങ്കിൽ നമ്മൾ ചെയ്തിറക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോവാം ഗൈസ്, എന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മളിത് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ വീട്. മാൻഷനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. ആ കഴിഞ്ഞ എത്ര കൊണ്ട് മെഷീൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഒരു 20, 22 അങ്ങനത്തെ അത്ര മെഷീൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ കൂടി ഇത്ര ഉള്ള ഗൈസ്. ഇതിൻ്റെ തേർഡ് മെഷീൻ ചെയ്യണ ഗെയിം പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ഇട്ടാൽ മതി, അപ്പോൾ തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഇതാണ് ഗൈസ്. ഇതാണ് അവൻ്റെ പഴയ വീടാണ്. നമുക്ക് ഈ മാൻഷനൊക്കെ എടുക്കണം. ആ മെഷീൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നമ്മളെ GTA 5 ഫുൾ നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ എല്ലാ മെഷീൻസ് കളിക്കണ വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ നമ്മളെ 2ാമത്തെ മെഷീൻ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ തേർഡ് മെഷീൻ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഫോൺ എങ്ങനെ എടുക്കാമെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു 4-5 ഏര പോലത്തെ സംഭവമല്ലേ, 4 അതിൽ മേലത്തെ ഏര പിടിച്ച് വയ്ക്കാൻ മതി. നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ ഫോൺ അപ്പോൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫ്രാങ്ക്ലിൻ്റെ ഫോൺ എന്ന് പറയുക. എല്ലാവർക്കും അറിയായിരിക്കും. ഫ്രാങ്ക്ലിൻ്റെ ഫോൺ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ കൂടി ഇത്ര ഉള്ള ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Road to 5K ആണ് നമ്മളെ ഫാം. വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ Road to 5K ആണ് നമ്മളെ ഫാം. എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആക്കി തരാം. അപ്പോൾ അത് എന്തായാലും ഇങ്ങനൊന്ന് കംപ്ലീറ്റ് ആക്കി തന്നാലേ നമുക്ക് സീനാവുള്ളൂ. പിന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ ഇതൊക്കെ തന്നെയാണ് ഗൈസ്. പിന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ കാർ ഞാൻ പറഞ്ഞല്ലോ, മോഡിഫൈഡ് ചെയ്ത് ഇറക്കണ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ എടുക്കുക. നിങ്ങൾ കമൻറ്റ് ആരും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് നിങ്ങൾ കമൻറ്റ് പറയുന്ന പോലെ ഒന്നും വീഡിയോ ചെയ്യാത്തത്. ഇപ്രാവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നെക്സ്റ്റ് ഗെയിംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളിപ്പോൾ GTA 5 കളിക്കുന്നത് മൊബൈലിലാണ്. ഒരു ചിക്കി ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനിലാണ് നമ്മളിപ്പോൾ GTA 5 കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൽ എങ്ങനെ GTA 5 കളിക്കണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കാണാൻ പറ്റും.
അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ മൊബൈലാണ് കളിക്കുന്നത്. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് നമ്മളൊരു PC സെറ്റപ്പ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഗെയിം പ്ലേ കൂടി ഇത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ കൂടി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.